നമ്മൾ ആരാധിക്കുമ്പോൾ മാത്രമല്ല, not only when we worship. നമ്മൾ വർഷിപ്പിന്റെ സമയത്ത് നമ്മൾ ഒത്തിരി അന്യഭാഷ പറയും. When we worship, we speak in a lot of tongues. നമുക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വന്ന് ടച്ച് ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. We know when His touch comes upon us and when His presence moves over us. പക്ഷെ ഞാൻ പറയുന്നത്, But I am saying, ഈ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. we need to move and continue in the same presence. ഞാൻ നിങ്ങളോട് അന്യഭാഷ പറയത്തില്ല, പക്ഷെ you are in the spirit and you can speak in tongues. Amen. Amen. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനം കർത്താവെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റഡ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങ് തന്ന റെവലേഷൻ ഇന്ന് റിയലായിട്ട് അവരിൽ നിന്നും പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശു ഇൻ ദ നെയിം ഓഫ് ജീസസ്. റഥിനിയോ ലഖോ റഥിനിയോ ശഖോ റഥന ലഥോ റഥിനിയോ റഫോ ശിഖാ റഥിനിയോ ലഥനോമോ ശഖോ റിതി യഖോ റഥിനിയാഷ്. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളോട് തന്നെ സ്പെസിഫിക് ആയിട്ട് ദൈവം സംസാരിക്കാൻ വേണ്ടി പോവുക. If you have faith, the Lord will speak to you personally today. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. The Lord is prepared to reveal some mysteries to you, some secrets to you. നമുക്കറിയാം, നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഓരോ സമയവും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. If we are in connection with God, every moment He speaks to us. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാര്യം ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിലാണ്. Because you are in God and you are inside God. യോഹന്നാൻ 15:15 നമുക്കറിയാം, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Book of John chapter 15 verse 15 says, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. I am the true vine and you are the branches. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, And if one abides in me and I abide in him, അവൻ വളരെ ഫലം കായ്ക്കും. he shall bear much fruit. ഇങ്ങനെ നോക്കിയോണം, നിങ്ങൾ റിയൽ ആയിട്ട് ദൈവത്തിൽ വസിക്കുന്ന വ്യക്തികളാണ്. You are living in God for real. നിങ്ങൾ വസിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വസിച്ചാൽ, so when you abide in God, it means when you live in His word, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ മൂവ് ചെയ്താൽ, when you move in His word, സംഭവിക്കുന്ന കാര്യം ഫലം തന്നെ വരും. what happens is the fruit is manifested. ഞാൻ പലപ്പോഴും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ന വ്യക്തിക്കോ നിങ്ങൾ എന്ന വ്യക്തിക്കോ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. I've told many times, myself or yourself, we don't have any speciality on our own. പക്ഷെ സംഭവിക്കുന്ന കാര്യം, ഈ വചനവുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഫലം വന്നുകൊണ്ടിരിക്കുക. But as we are connected in the word of God, our fruit is being revealed from the word. നിങ്ങൾ വിശ്വസിച്ചോ? ഇന്ന് ദൈവം പറഞ്ഞ ഒരു ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടും. If you have faith, today a fruit of the word of God shall be manifested. ഫലത്തിന്റെ പ്രത്യേകത, യേശുവിൽ നമ്മൾ വസിച്ചാൽ നമുക്കറിയാം, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ സകലം നിങ്ങളുടെ പുറകെ വരും. We know the words that we seek ye first kingdom of God, and all these things shall be added unto you. സ്പിരിച്വൽ ഗിഫ്റ്റുകൾ തന്നെ ഓപ്പൺ ആവും. Spiritual gifts shall open on its own. പ്രൊവിഷൻസുകൾ ഓപ്പൺ ആകും. Provisions shall open on its own. ദൈവം ഇന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കാര്യം, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് ദൈവനോട് സംസാരിച്ച കാര്യം, രഹസ്യങ്ങൾ ഓപ്പൺ ആകും. What the Lord spoke to me today morning was that secrets shall be opened. ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവും. Divine secrets shall be opened for you. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. I don't know if you believe it. ഇത് റിയൽ ആണ്. ദൈവിക രഹസ്യങ്ങൾ, ദൈവിക മർമ്മങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകും. So divine secrets, divine mysteries shall be opened for you. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ദൈവനോട് പറഞ്ഞ കാര്യം, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയോട് സംസാരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതിലെല്ലാവരും എനിക്ക് അറിയാവുന്ന ആൾക്കാരാ. ഇന്നൊരാളെ പുറകെ ഞാൻ കാണുക. എനിക്ക് ഈ ബ്രദറിന്റെ പേര് അറിയത്തില്ല, ഈ എന്നെ കാണുന്ന ബ്രദറിന്റെ പേര്, പക്ഷെ ദൈവം നിങ്ങളോട് പറയുവാണ്, യു ആർ ഗോയിങ് ടു സീ സം ഫ്രൂട്ട്സ് ഇൻ യുവർ ലൈഫ്. ഐ ഡോണ്ട് നോ അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ? ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ഫ്രൂട്ട് വരുന്ന സീസണാണിത്. ലഥിയോ റതനോ ശഖോ റതലോ ലഥിരിയോ ശിഖോർ. എനിക്കറിയത്തില്ല ഇദ്ദേഹം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണോ ബിലീവർ ആണോ, എനിക്ക് കുഴപ്പമില്ല, പറയാം. വിശ്വസിച്ചോ? നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു വഴി ഓപ്പൺ ആകുവാണ്. ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത്, പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, അത് സംഭവിക്കുക. ഞാനിത് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പറഞ്ഞ വചനത്തിന്റെ ആദ്യത്തെ ഫലം ഇവിടെ റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ റിലീസ് ചെയ്യാം.
ഞാനതിനെ റിലീസ് ചെയ്യുന്നു. നിങ്ങളിത് കാണാൻ വേണ്ടി പോവാ, വെറുതെ അല്ല, ഇത് സംഭവിച്ചിരിക്കും. Amen. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകും. The secrets of God shall be opened for you. കാര്യം നമുക്കറിയാം, പഴയ നിയമത്തിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബുക്കാണ് ദാനിയേലിന്റെ പുസ്തകം. In the Old Testament, I love the book of Daniel. ദാനിയേല് രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുവാണ്. രാജാവ് ഒരു സ്വപ്നം കണ്ടു. We see that Daniel is in front of the king. The king has seen a dream. രാജാവ് സ്വപ്നം കണ്ടു, രാജാവ് അത് മറന്നും പോയി. He saw a dream and he forgot the dream. പക്ഷേ ഇപ്പൊ അവിടെയുള്ള മന്ത്രവാദികളുടെയും ബാക്കിയുള്ളവരുടെയും ചലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഈ സ്വപ്നവും പറയണം, അതിന്റെ ഇന്റർപ്രിട്ടേഷനും പറയണം. Now the challenge for the wise men there is to say the dream and also interpret the dream. അതായത് നോർമലി നമുക്കറിയാം, ഈ കള്ളപ്രവാചകന്മാരുണ്ട്. ഒരു വേണമെങ്കിൽ നിങ്ങൾ ഒരു ഡ്രീം പറഞ്ഞു കൊടുത്താൽ അവർ അവരുടെ രീതി വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യും. You know, there are people, when we tell a dream, they will interpret in their own way. പക്ഷേ ഇവിടെ രാജാവിന്റെ ഡ്രീം മറഞ്ഞു കിടക്കുക. But we see here that the king's dream has been hidden. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. But the Spirit of the Lord reveals the dream for Daniel. രഹസ്യത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. The secret is opened for Daniel. എന്നിട്ട് രാജാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങളുടെ ഈ ദൈവത്തിന് രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. And then the king declares that you serve a God who can show secrets. ഒരു വാക്യമുണ്ട്, ദാനിയേൽ 2:22. Book of Daniel chapter 2 verse 22. അവിടെ ഇനി എഴുതിയിട്ടുണ്ട്, അവൻ അഗാധവും ഗൂഢമായത് വെളിപ്പെടുത്തുന്നു. He reveals deep and secret things. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. He knows what is in the darkness. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. And light dwells with him. ദൈവത്തിന്റെ സ്പെഷ്യാലിറ്റി മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കും. God can bring out to light what is in നമുക്കറിയാം, നമ്മൾ darkness. പലപ്പോഴും പോകുന്ന പല പ്രശ്നങ്ങൾക്കും പുറകിൽ ഒരു റീസൺ ഉണ്ട്. For all the challenges that we go through, many challenges, there is a cause or there's a purpose. അത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുകയാണ്. That will be hidden from you. പക്ഷേ ഞാൻ പറഞ്ഞ ഇത് ഒരു പ്രവചനമാണ്. ഇത് ഓൾറെഡി ഞാൻ ഈ വചനം പറയുമ്പോൾ അത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. As I say the word, that shall manifest. ഞാനത് ഹല്ലേലൂയ ആമേൻ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ റിയാലിറ്റി, ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. As I declare the word of the Lord, the work is മേ going ബി on. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രോബ്ലത്തിന്റെ റിയൽ റീസൺ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുക. Maybe the cause for your problems is hidden from you, പക്ഷേ ഇപ്പൊ അത് നിങ്ങൾക്ക് വെളിപ്പെടും. but it shall be open for you. നിങ്ങൾക്ക് അത് വെളിപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. Once it's revealed for you, you must cancel in the name of Jesus. കാര്യം ദൈവം മറഞ്ഞു കിടക്കുന്നതിനെ വെളിപ്പെടുത്തും. Because He brings to light what is in darkness. നമുക്കറിയാം എലീശ പ്രവാചകന്റെ പ്രത്യേകത. We see the prophet Elisha. ആരാം രാജാവ് ഇസ്രായേൽ രാജ്യത്തിനെതിരെ ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. The king of Aram is planning many schemes against the king of Israel. പക്ഷെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ എലീശ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു കൊടുക്കും. But as the king of Aram plans, Elisha understands the plans and tells it to the king of അവിടെ Israel. പറയുന്നുണ്ട്, നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. Then we see in the verse that whatever you speak in secret shall be revealed to the king of Israel by Elisha. ഇത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? Can we believe this? നോർമലി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. This is not something which we can do normally. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. Let me give you a testimony of myself. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞാനും നിങ്ങളും കർത്താവിലായ ആൾക്കാർ എല്ലാം ഒരുപോലെയാണ് നിൽക്കുന്നത്. സ്പെഷ്യാലിറ്റി ഇല്ല. For we all are one in Christ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. The Holy Spirit is in us. ഇത് നമ്മൾ എന്നാ പറയുന്നത്, ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് റെവലേഷൻസ് തരും. As we pray in the Holy Spirit, He will show revelations. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പ്രവാചകന്റെ ഒരു മിനിസ്ട്രി, ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുക്കാൻ വേണ്ടി പോയി ഒരു സ്ഥലത്ത്. My friend, he went to be a part of the workshop of a very famous prophet of India. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അന്യഭാഷയിലാണ്, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അന്യഭാഷ, എന്താണ് ഡിഫറൻസ്? So I asked him, the same thing that you speak there, I'm speaking here. ഞാനൊരു സാധാരണ രീതി ചോദിച്ചു. പക്ഷെ സംഭവിച്ച കാര്യം, അവരുടെ ആ സമയത്ത് എന്തോ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ പുള്ളിക്കാരൻ ഒരു പടം വരച്ചു. So what happened is, as he was there, he drew a picture as they were doing the study. പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ ദൈവത്തിന്റെ ഒരു അമ്പായിട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞു. So as I prayed for him, I told him that God is going to use you as an arrow for the Lord. പുള്ളി പറയുമായിരുന്നു, അപ്പൊ ഞാനിപ്പോൾ എന്റെ ബുക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരു അമ്പിന്റെ പടം വരച്ചോണ്ടിരിക്കുക. So he was saying that I'm drawing an arrow right now on my book.
എനിക്ക് ഒന്നിലധികം ടെസ്റ്റിമണീസ്, ഒന്നിലധികം കാര്യങ്ങൾ പറയാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി What പറ്റും. I'm trying to say, the Holy Spirit can reveal secrets of our lives. ഏലീശ വെളിപ്പെടുത്തിയെങ്കിൽ നിങ്ങളും വെളിപ്പെടുത്തും. If Elisha could do that, we can do it. ദൈവം പറഞ്ഞ കാര്യം, ഇന്ന് ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു തലം നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആവാൻ വേണ്ടി പോകും. And today the Holy Spirit tells that such a realm shall be open today. നമുക്കറിയാം, നമ്മൾ പഴയ നിയമം നോക്കുവാണെങ്കിൽ 2 വ്യക്തികളെ ദൈവത്തിന്റെ കൂടെ നടന്നതായിട്ട് പറയുന്നുള്ളൂ. In the book, the word of the Lord, we see 2 people walked with the Lord. ഉൽപ്പത്തി 5:24 പറയുന്നുണ്ട്, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. We see in Genesis 5:24, Enoch walked with God. നോഹയെ കുറിച്ച് പറയുന്നുണ്ട്, നോഹ ദൈവത്തിന്റെ കൂടെ നടന്നു. അത് പറയുന്നത് ഉൽപ്പത്തി 6:9 പറയുന്നത്. Genesis 6:9 says Noah walked with God. നോക്കിയ 2 പേരും ദൈവത്തിന്റെ കൂടെ നടന്ന ആൾക്കാരാ. These 2 people, they walked with the Lord. സംഭവിച്ച കാര്യം, നിങ്ങൾ ജൂദയുടെ ബുക്ക് വായിക്കുന്ന സമയത്ത് അവിടെ ഹാനോക്കിനോട് ദൈവം പറഞ്ഞൊരു കാര്യം, ഹാനോക്ക് വെളിപ്പെടുത്തുന്ന കാര്യം പറയുന്നുണ്ട്. We see in the book of Jude where Enoch reveals what the Lord spoke to him. യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധന്മാര് കൂടെ വരുന്നതിനെ കുറിച്ചും ഹാനോക്ക് പ്രവചിക്കുക. We see that in the book of Jude that Enoch had prophesied about the second coming of the Lord. നോക്കിക്കേ, അന്നത്തെ സമയത്ത് കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഹാനോക്ക് പ്രവചിക്കുക. We see in those times that Enoch is prophesying about the second coming of our Lord. നോഹയോട് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി, വരാൻ പോകുന്ന ഒരു പ്രളയത്തെ കുറിച്ച് വെളിപ്പെടുത്തി. To Noah, God showed of an upcoming flood. 2 കാര്യം സംഭവിച്ച കാര്യം, 2 things which happened. ഇവര് 2 പേരും ദൈവത്തിന്റെ കൂടെ നടന്ന വ്യക്തികളാണ്. They both walked with God. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കുവാണെങ്കിൽ നിങ്ങളും ദൈവവുമായിട്ട് ഒരു ഇന്റിമസി ക്രിയേറ്റഡ് ആവും. If you can walk with God, there's an intimacy that can be formed. എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, എനിക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാം, എനിക്ക് മണിക്കൂറുകൾ വചനമൊക്കെ എടുത്ത് പറയാം. പക്ഷെ ഞാനും ദൈവവും തമ്മിൽ ഒരു ഇന്റിമസി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. I can spend hours in prayer, I can spend hours in the word of God, but if there is no intimacy, ദൈവവുമായിട്ട് നമ്മൾ അടുക്കും തോറും as we get closer to God, ദൈവത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. the mysteries of the Lord will be open to you. ഇന്റിമസിയിലാണ് രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. It's an intimacy that secrets are revealed. നമുക്കറിയാം, ഒരു വാക്യം ഞാൻ പറയാം. ഒരു വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനങ്ങൾ 25:14. The book of Psalms chapter 11 verse 25 verse 11. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ഓക്കെ, പക്ഷെ നോക്കിക്കോണം, അത് യഹോവയുടെ തെറ്റിച്ചെഴുതിയിരിക്കുന്നത് 25:14 Verse അതിന്റെ ഇംഗ്ലീഷ് വരുമ്പോൾ, യെസ്, ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം ആൻഡ് ഹി വിൽ ഷൂ ദം ഹിസ് കവനന്റ്. നോക്കിക്കോണേ, മലയാളത്തിൽ എഴുതിക്കുന്ന സഖിത്വം എന്നാ, പക്ഷെ അതിന്റെ റിയൽ വേർഡ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് സോദ് എന്ന് പറഞ്ഞൊരു വേർഡാണ്. സോദ്, അതിന്റെ ഹീബ്രു വേർഡ് എന്ന് പറയുകയാണെങ്കിൽ സോദാണ്. the Hebrew word used here is sod. സോദിന്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഇന്റിമസി എന്ന് വരുന്നുണ്ട്. Sod means intimacy, അതുപോലെ തന്നെ സീക്രട്ട് എന്നും പറയുന്നുണ്ട്. and also the word secret. ഇങ്ങനെ ദൈവം പറഞ്ഞ കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ, ഇന്റിമസി വർദ്ധിച്ചുകൊണ്ടിരിക്കും. So as you walk with God, intimacy increases. ഇന്റിമസി വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റെവലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. And as your intimacy increases, your revelation increases. ദൈവം നിങ്ങളോട് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. The Lord shall reveal His secrets to you. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സഭയോട് ദൈവം തന്റെ രഹസ്യം വെളിപ്പെടുത്തും? How many of you believe that the church will be revealed the secrets of the Lord? ഞാൻ ഇവിടെ പറയുന്നത് വെറുതെ അല്ല, ഇവിടെ ഇരിക്കുന്ന വ്യക്തികള് സഭയോട് ദൈവം ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. To some of you, the secrets of the church shall be revealed to you. സഭയിൽ ദൈവം നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഓൾറെഡി മുന്നറിയിപ്പ് തരും. ഞാൻ കാണുന്ന കാര്യം, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്കൊരു പ്രെയർ ടവർ ഉണ്ടാവും. പ്രെയർ ടവർ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിംഗ് പണിയെന്നല്ല പറയുന്നത്. പ്രെയർ ടവർ കണ്ടിന്യൂസ് ചെയിൻ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡെവലപ്പ് ആവാൻ വേണ്ടി പോവാ. A prayer tower is going to be formed in our church. ദൈവം നിങ്ങളോട് പറയും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഏത് ഏരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് രഹസ്യങ്ങളെ, തന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. The Lord will tell you what exactly to pray for, what to pray, when to pray. He will show His secrets to you. ഇന്ന് രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു വാക്യം ഇട്ടായിരുന്നു. I put a verse in the group today. ഉൽപ്പത്തി 20:7. Genesis 20 verse 7. സോറി, അതല്ല, രാവിലെ ഉൽപ്പത്തി 18:17. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ?
Genesis 18 verse 17. And the Lord said, shall I hide from Abraham the thing which I do? ഞാൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് ചുമ്മാ ഒരു വചനം ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ദൈവം എന്നോട് റെവലേഷനായിട്ട് സംസാരിക്കുന്ന ഉടനെ ഞാൻ എന്നോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഗ്രൂപ്പുകൾ ഞാൻ ഷെയർ ചെയ്യും. ഇത് ദൈവം എന്നോട് ഫസ്റ്റ് സംസാരിച്ച കാര്യം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. The first thing the Lord spoke was that secret shall be revealed. രണ്ടാമത് കാണിച്ച വചനമാണ് അബ്രഹാമിനോട് ഞാൻ ചെയ്യാനെതിരിച്ചിരിക്കുന്നത് മറച്ചു വെക്കണം. Secondly, the Lord showed me this verse that shall I hide from Abraham the thing which I do? നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നത് പ്രവാചകൻ എന്നാണ്. Because we see that Abraham is called by God as a prophet. ഉൽപ്പത്തി 20:7 പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു പ്രവാചകനാകുന്നു. For Genesis 20 verse 7 says he is a prophet. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു വാക്യമുണ്ട്, ആമോസിന്റെ പുസ്തകം 3:7 യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. You know Amos 3 verse 7 that surely the Lord God does nothing unless he reveals his secret to his servants. നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം അബ്രഹാമിന്റെ പ്രത്യേകത, അബ്രഹാം ഒരു പ്രവാചകനാണ്. Abraham was a prophet. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് ഒരു രഹസ്യം വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. If so, the Lord will show his secrets to Abraham. അവിടെ ആ സോർ എന്നുള്ള വാക്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, രഹസ്യം സോർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ there the same word so that's been used. രണ്ടാമത്തെ കാര്യം, അബ്രഹാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹിതനാണ്. Secondly, God calls Abraham as a friend. യെശയ്യാവിന്റെ പുസ്തകം 41:8 പറയുന്നുണ്ട്, Isaiah 43 verse 1 says, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. യെശയ്യാവ് 41:8. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. The descendants of Abraham, my friend. നോക്കിയേ, ഈ രണ്ട് കാര്യം കൂടെ കണക്ട് ചെയ്ത് നോക്കിയേ. ഒരേ സമയം അബ്രഹാം ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്. See that same time Abraham is a prophet of God. രണ്ട്, അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹിതനാണ്. Secondly, he is the same time a friend of God. സോദോം ഗോമോറയും നശിപ്പിക്കാൻ വേണ്ടി ദൈവം പോവുക. അതിന് മുമ്പ് ആ രഹസ്യം അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുത്തുക. Before destroying Sodom and Gomorrah, we see that God tells Abraham this news. ഞാൻ പറയാം, അബ്രഹാം എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹിതനാണ്. See how great a man Abraham was. He's a prophet, he's a friend of God. എന്നാൽ ദൈവം സഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്യം യോഹന്നാൻ 15:15. The book of John chapter 15 verse 15 is a verse for the church. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. യേശു പറയുവാണ്, No longer shall I call you servants, for a servant does not know what his master is doing, but I have called you friends. യേശു ശിഷ്യന്മാരോട് പറയുവാണേ, ഞാൻ ഇനി നിങ്ങളെ സ്നേഹിതന്മാർ എന്നേ ഞാൻ പറയത്തുള്ളൂ. We see here Jesus tells his disciples, I shall call you my friends. നമ്മളെല്ലാവരും പറയും അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. We all see in Abraham as a എന്നാൽ friend of God. പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും ഓരോ പുതിയ നിയമ വിശ്വാസിയും ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. But in the New Testament, we all who are believers are friends of God. പ്രവാചകൻ ഒരു അധികാരമുണ്ട് അല്ലെ? പ്രവാചകൻ പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. A prophet has an authority. പുതിയ നിയമത്തിൽ But the New Testament, നമുക്കൊരു അധികാരം ദൈവം തന്നിരിക്കുക. we have an authority. യോഹന്നാൻ 1:12. John 1 verse 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. But as many as received him, to them he gave the right to become children of God. നോക്കിയേ, പഴയ നിയമത്തിൽ അബ്രഹാം സ്നേഹിതനാണ്, In the Old Testament, Abraham is a friend. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതരാണ്. നമ്മുടെ മേലൊരു അധികാരം തന്നിരിക്കുന്നു, ദൈവമക്കൾ എന്ന അധികാരം. But in the New Testament, we are the friends of God. At the same time, we have the authority as being the children of God. അങ്ങനെയാണെങ്കിൽ സഭയോട് ദൈവം പറയുവാണ്, അബ്രഹാമിനോട് ദൈവം ആ രഹസ്യം വെളിപ്പെടുത്തിയെങ്കിൽ, So to Abraham, if God revealed his secrets, സഭയ്ക്ക് വേണ്ടി ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. the church is going to see the secrets of the Lord. ഞാനിത് പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം ഇവിടെ മൂവ് ചെയ്യുക. And as I speak, this is moving over here. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ മാനിഫെസ്റ്റേഷൻ ഇപ്പൊ കാണാൻ വേണ്ടി പോവുക. We're going to see the manifestation of what we spoke here. യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നോട്, ഞാൻ ഈ ഒരു മെസ്സേജ് പറഞ്ഞ സമയത്ത് തന്നെ ദൈവം എനിക്ക് 2 റോയെ കാണിച്ചു തന്നെ. The Lord showed me 2 rows right now.
ഞാൻ ഇവിടുന്ന് 1, 2, 3 ഞാൻ ഈ റോയിലുള്ള ആൾക്കാരെ ദൈവം എന്നെ കാണിച്ചു. ഇവിടെ പുറകോട്ട് 3-ാമത്തെ റോ. യേശുവിന്റെ നാമത്തിൽ. പിന്നെ ഞാൻ കാണുന്നത് ഈ സൈഡ് യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നത് റോയ് ബ്രദർ ഇരിക്കുന്ന അവിടുന്ന് അങ്ങോട്ടൊരു റോ, ആ ഒരു ഭാഗം കൂടെ ഞാൻ ദൈവം എന്നെ കാണിച്ചു. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ. ലേയാൻഡി ദൈവം പറയുന്നു, റഥു മഹാശിഖു ലഥുറുദൂന ശിഖു റഥിരിഭിയു ലഥിമോ റഹന്തിനിയ. ദൈവം ഒരു കാവൽക്കാരിയാക്കിയിരിക്കുക. ഈ വർഷം സഭയിൽ നടക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ദൈവം ദർശനങ്ങളിൽ കൂടെ സംസാരിക്കാൻ വേണ്ടി ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ചില വ്യക്തികളോട്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി ചില പേഴ്സണൽ ദൂതുകളെ ദൈവം കൈമാറും. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞാനിപ്പോൾ അതിനെ അതുപോലെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ. അനീഷ് ബ്രദറിന്റെ വൈഫിനോട് ദൈവം പറയുക, യേശുവിൻ്റെ നാമത്തിൽ. റഥിമോ ശഖോ ലഥിരിഥിയോ റഥിനിയോ. ഒരു ന്യൂ ലെവൽ ഓഫ് അതോറിറ്റിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവുക. ഒരു ന്യൂ ലെവൽ ഓഫ് അതോറിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രെയർ വാരിയേഴ്സിനെ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലോട്ട് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്ന റെവലേഷൻ, ഒരു വാളിനെ ദൈവം കൈമാറുന്നു. അതാണ് ഞാൻ കാണുന്ന റെവലേഷൻ. യേശുവിൻ്റെ നാമത്തിൽ. ചില രോഗങ്ങളുടെ മേൽ അധികാരം ഞാൻ തരുന്നതായിട്ട് ദൈവം കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ചില രോഗങ്ങളുടെ മേൽ അധികാരം പ്രാർത്ഥിക്കുമ്പോൾ ചില ഹീലിംഗ് റൂംസുകൾ ഓപ്പൺ ആവാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ. റോയ് ബ്രദറിനോട് ദൈവം പറയുക, നിങ്ങളെ ഒമാനിൽ നിന്നും മാറ്റുവാൻ വേണ്ടി ഒരു പദ്ധതി പിശാച് ശ്രമിക്കുന്നു. പക്ഷെ ഇന്ന് അതിനെ ദൈവം ക്ലോസ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുവാണെങ്കിൽ വീണ്ടും വഴികളെ ദൈവം ഓപ്പണാക്കും. യേശുവിൻ്റെ നാമത്തിൽ. ചില രഹസ്യങ്ങളെ ദൈവം ഓപ്പണാക്കാൻ വേണ്ടി പോവുക. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില മിനിസ്ട്രികളെ ദൈവം ഓപ്പണാക്കും. യേശുവിൻ്റെ നാമത്തിൽ. അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. സദാശിവൻ ബ്രദറെ, ദൈവം പറയുന്നു, ദൈവം ചില മിസ്റ്ററീസിനെ നിങ്ങൾക്ക് ഓപ്പണാക്കും. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വർക്ക്ഷോപ്പിലെ ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണുക. യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത ചില ഫേവേഴ്സിലേക്ക് ഈ വർഷം നിങ്ങൾ കടക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ഓപ്പൺ ചെയ്യുന്നു. കർത്താവെ, ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് അതുപോലെ തന്നെ അവരുടെ മേൽ അത് റിലീസാകട്ടെ. കർത്താവെ, ഇന്ന് തൊട്ട് അവരത് കാണുവാൻ വേണ്ടി തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ.